നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ ഇത് കുപ്പിത്തിച്ചുവാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓമല്ലൂർ വയൽ വാണിഭത്തിലാണ്. അപ്പോൾ ഇന്ന് വന്ന കൃഷിപരമായിട്ടും മറ്റേ ഇത് ഒരു എക്സ്പോ പോലെയാണുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എക്സ്പോ ഫുള്ളായിട്ടൊന്ന് കയറി നോക്കാം, എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. പച്ചരിമ്പ് വേസ്റ്റ് ചെയ്തുള്ള ഇതെല്ലാം ഉണ്ട്. എത്ര? 175 അല്ലേ? ചെറുതായിട്ട് കൊള്ളല്ല. അതിൻ്റെ ചെറുതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചെറുതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഓമല്ലൂർ കൃഷി ബേസ് ചെയ്തുള്ള വയൽ വാണിഭത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എണ്ണ ഉള്ളത്, ചട്ടി കലങ്ങളും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കറങ്ങി ഒന്ന് കാണണം. ഇല്ല വരണേ ഇത് പോയിട്ടൊക്കെ എല്ലാം ഒന്ന് കാണട്ടെ, കണ്ടിട്ട് മറ്റേ വലിയ ഉള്ളി കേട്ടോ. നമ്മൾ അങ്ങനെ നോക്കിയ ഉള്ളി കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്പോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിലും വരുന്നത്. ഇവിടെ എല്ലാം ഇതും കൂടെ ബേസ് ചെയ്താണ് വരുന്നത്. അഗ്രികൾച്ചർ വരുന്നുണ്ട്, പിന്നെ പാത്രങ്ങളും പിന്നെ പ്ലാസ്റ്റിക്കും അത് ബേസ് ചെയ്തെല്ലാം ഇവിടെ, പിന്നെ വീട്ടുപകരണങ്ങളെല്ലാം വന്ന് ഓഫർ ബേസ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ വന്ന് എക്സ്പോ ഇവിടെ ഒരാൾ മേടിച്ച് കണ്ടില്ലേ, കളിപ്പാട്ടം മേടിച്ചിട്ടുണ്ട്. കളിപ്പാട്ടം മേടിച്ച് ഇത് ഇഷ്ടപ്പെട്ടോ? ഓക്കെയാണോ? അപ്പൂപ്പ ചോദിക്കുന്നു. ഓക്കെയാണ്, അപ്പൂപ്പനെ വെച്ചത് കാണിച്ചേ. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവിടെ വന്ന് 7 സ്റ്റാർ ചുക്ക് കരിപ്പട്ടിയുണ്ട്. ഇത് മെയിനായിട്ട് നമ്മുടെ മാർക്കറ്റിൽ തന്നെ വരും, മാർക്കറ്റ് ബേസ് ചെയ്താണ് ഫുള്ളായിട്ട്. ഈ മുളകിൻ്റെ വ്യത്യാസം ഇത് പിരിയ മുളകാണ് കേട്ടോ, വലിയ മുളക്, വലിയ മുളകാണ്. 1 കിലോന്ന് 500 രൂപ. ഇപ്പുറത്തെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ തന്നെ മേടിക്കും. ഇവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഫുള്ളായിട്ട് വന്ന് ഈ നമ്മുടെ പൊരിയും ബിസ്ക്കറ്റും അങ്ങനെ പഴയകാല മുട്ടായികളും ഇതായിട്ടാണുള്ളത് ഫുള്ളായിട്ട്. ആക്ച്വലി ഇത് ഫുള്ളായിട്ട് മാർക്കറ്റാണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ അകത്താണ് ഇത് നടത്തുന്നത്. ഓമല്ലൂർ വയൽ വാണിഭം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ നടക്കുന്നുണ്ട്, ഇപ്പോൾ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പുറത്തിറങ്ങി നടക്കാൻ പറ്റിയതാണ്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് ഇതുകൊണ്ട് അവർക്കൊന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. മലക്കറി വാങ്ങിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്, പാത്രങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, പിന്നെ വീട്ടുപകരണങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്. കൂടുതൽ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ കാർഷികപരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മളും വന്നിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ മേടിക്കാൻ വേണ്ടി വന്നൊക്കെയാണ്.
വീട്ടിൽ നമ്മുടെ പറമ്പിലെല്ലാം ചവറ് പോകാനും അതേപോലെ തന്നെ കരിയിലയൊക്കെ എടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ റേറ്റൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഇതുപോലെയൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ കണ്ടു കഴിച്ചപ്പോൾ തന്നെ അടുത്ത വന്നതെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് വീട്ടിൽ വന്ന പാത്രങ്ങളൊക്കെയാണ്. പിത്തളയിലുള്ള നല്ല ഉരുളിയൊക്കെ ഉണ്ട്. പിത്തളയിലുള്ള ഉരുളിയുണ്ട്. പിത്തള മാത്രമല്ല, സ്റ്റീല്, അപ്പോൾ എല്ലാം ഒന്ന് ഓഫറായിട്ട് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ വന്ന് പഴയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പുതിയത് കൊടുത്തിട്ടിപ്പോൾ പഴയത് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പുതിയത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞതെങ്കിൽ കുറച്ച് പഴയതെല്ലാം നമ്മൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്തൊന്ന് മാറ്റാം എന്നുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കൂടുതൽ അലുമിനിയം ഒക്കെ എടുക്കുന്നു. ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വേണം. അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് ഇതുവഴിയാണ്. ചക്കരക്കാപ്പി കുടിച്ചാൽ മലയാളികളൊന്നും ചായക്കടയിൽ ചെന്ന് എനിക്ക് മധുരം വേണ്ട എന്ന് പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ മലയാളികളെല്ലാം ചക്കരയാണ് ഉപയോഗിച്ചത്. അതുപോലെ മഞ്ഞളൊക്കെ കുടുംബശ്രീയുടെ നാച്ചുറൽ ഫ്രഷ്, പിന്നെ പഴയകാല മിഠായികൾ ഇതെല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ വലിയ വലിയ എക്സ്പോയിലൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ മാർക്കറ്റിലൊക്കെ ഉള്ള എക്സ്പോ മേടിക്കും. മാർക്കറ്റിലൊക്കെ വരുമ്പോൾ തന്നെ നല്ല എല്ലാം കൂടെ ഇതുപോലത്തെ ഒരു എക്സ്പോയിലൊക്കെ വന്ന് നമ്മൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ വേണോ എനിക്കോ அப்புறம் போயிட்டெல்லாம் பார்த்தேன். ஃபஸ்ட்டே வந்து பார்த்துட்டு இல்லை போய் பார்த்துட்டெல்லாம் பார்த்தேன். வந்ததுக்கப்புறம் வந்து வாங்கலாம். இல்லை அது ஜஸ்ட் வாங்கிட்டு பார்த்துட்டு ஃபஸ்ட்டு മാർക്കറ്റിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് ഇതുപോലെ വരുന്നത് ഏറ്റവും നല്ലതാണ്. മാർക്കറ്റിൻ്റെ അകത്താണ് ഒരു എക്സ്പോ വന്നേക്കുന്നത്. അതാണ് ഇവിടെ ബജിയൊക്കെ ഉണ്ട്. വാങ്ങിക്കാം നമ്മൾ എല്ലാം നോക്കിയിട്ട് ഇനി ഇവിടെ നാത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇതാണ്. ചേന കാച്ചിൽ, ഇപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ നല്ല കപ്പയാണ്. ഉണക്ക കപ്പ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം വേറൊരു തരത്തിലുള്ളത്. ഇവിടെ ഫുള്ളായിട്ട് തന്നെ വരുന്ന അതിൻ്റെ വിത്തുകൾ ഇതൊക്കെ ഉണ്ട്. ഓമല്ലൂർ കാർഷിക ഹരിത പച്ചക്കറി അത് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അത് ഫുള്ളായിട്ട് വിത്തിൻ്റെ ഇതൊക്കെയാണ് ഉള്ളത്. അത് കഴിയുമ്പോൾ ഫുള്ളായിട്ട് വരുന്ന നമ്മുടെ ഇതാണ് വാഴയും ഇതൊക്കെ കൃഷിപരമായിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. നമ്മളങ്ങനെ ഫുള്ളായിട്ടൊരു ഫാമിൻ്റെ ഇത് വന്നേക്കാണ്. നോക്കട്ടെ അത് ഇങ്ങോട്ട് ഇതുവഴിയല്ലേ ദിവ്യ ഇത് ഫേവറേറ്റ് ചെമ്പരത്തി എല്ലാം ഉണ്ടല്ലോ.
പ്ലസ് അതുള്ളൊരു യെല്ലോ കളറിലാണ്. ഇത് ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന യെല്ലോ പ്ലസ് ചെറിയൊരു ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡും കൂടെ ചേർന്നാണ്. മുന്തിരി കൃഷി വന്നേ. ഷോ ഇപ്പോൾ ഈ കടലാസ് പൂവിൻ്റെ വൈറ്റാണ്, വൈറ്റ് ഷെയ്ഡാണിത്. സാമ്പിൾ കഴിച്ചു നോക്കും. അറച്ചു മടിച്ച് ചിന്തിച്ചു മാറി നിൽക്കാതെ ഇങ്ങോട്ടുകൾക്ക് വേണ്ടി ചിലവാക്കുന്നവരാണ്. ഒരു നിമിഷം ചിന്തിക്കും. വിട്ടുമാറാത്ത സിന്ദൂരം. സജി ഗാർഡൻസ് ആണ് ഓമല്ലൂർ. അതിൽ ഫോൺ നമ്പർ വന്ന് 8547477078 ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്തിരുന്നാൽ മതി, നിങ്ങൾ സാധനം കിട്ടും. ഇതിൽ ഞാൻ നോക്കിയത് എനിക്ക് കുറച്ച് ഇത് മാറി വന്നിട്ട് സിന്ദൂരം എന്ന് പറഞ്ഞൊരു $250 സൈസ്.
പാഞ്ചാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വർഷം പേരൊക്കെ തന്നെ പലതര പേരൊക്കെയാണ്. പിന്നെ ഉള്ളത് വാഴയാണ്, ടിഷ്യൂ കൾച്ചർ വാഴ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് ഗ്രാമ്പൂ ഇതൊക്കെ ഉണ്ടായിരുന്നു, തെങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ജാമൊക്കെ ശരിയുണ്ട്. സപ്പോർട്ട് കാ വന്നിട്ടുണ്ട്, അതോടെ ചെറിയ രീതിയിൽ തന്നെ കാ വരുന്നുണ്ട്. അതൊന്നും ബദ്ധായതുകൊണ്ട് പെട്ടെന്ന് കാ. അതെ അതെ അതെ, നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ. അവിടെ പിന്നെ മാങ്കുസ്തി ഉണ്ട്. മാങ്ങ കഴിക്കുന്നുണ്ട്. ദിവ്യ മാങ്ങ കഴിക്കുന്നുണ്ട്. അവകേടോ ഇതും എല്ലാം പെട്ടാണ്. പച്ചക്കറി വിത്തുകളാണ്. ഈ സെക്ഷൻ ഫുള്ളായിട്ട് കടലാസ് സേവ. ആ അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ പ്ലാവിൻ്റെതാണ്. പിന്നെ വാഴയുണ്ട്. എന്തുകൊണ്ട് ചെയ്ത് ഓ ഹലോ ഹലോ ഓക്കെ. എൻ്റെ അടുത്തല്ലോ മടിച്ച് ചിന്തിച്ച് മാറി നിൽക്കാതെ മുന്നോട്ട് നിൽക്കുമെന്ന് ചിലവാക്കുന്നതാണ്. ഒരു നിമിഷം